വെൽക്കം ടു അവർ ചാനൽ ഹൈ ഹോപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് സെക്കൻഡ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ്. ഗ്യാസ് ലോസും മോൾ കൺസെപ്റ്റും, അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് 3 സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. ഇത് മൂന്നിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, പ്രത്യേകതകളുണ്ട്, ബിഹേവിയർ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ മനുഷ്യർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലേ, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ഡിഫറെൻറ്റ് ബിഹേവിയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഗ്യാസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിന്റെ എന്തൊക്കെയാണ് ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും അതുപോലെ തന്നെ മോൾ സങ്കല്പങ്ങളും. അപ്പോൾ ഗ്യാസസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും അതിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് അതിന് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിന് മൂവ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താണ്, ഗ്യാസ് കണ്ടെയ്ൻ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഗ്യാസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ല. പിന്നെ അടുത്തതാണ് എന്താണ്, ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്ന വേർഡ് ശ്രദ്ധിക്കുക. അതായത് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ്, നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. കാരണം എല്ലാ മോളിക്യൂൾസും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ കണ്ടെയ്നറിന്റെ വാൾസിൽ, അതിന്റെ ഭിത്തിയിൽ കൊളൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള എനർജിയും കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള എനർജിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൊളിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസിന് ഏത് ടൈപ്പ് ഓഫ് കൊളിഷൻ ആണ്, ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഓക്കെ. പിന്നെ അടുത്തതാണ് വോളിയം ഓഫ് ഗ്യാസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ടോട്ടൽ ഗ്യാസ്. ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ അത് ആ മൊത്തത്തിലുള്ള വോളിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും, അതായത് വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ് മനസ്സിലായല്ലോ. ഇത് നമുക്ക് എക്സാമിനൊന്നും ചോദിക്കുന്നതല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 ലോസ് ആണുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. അങ്ങനെ 3 വാതക നിയമങ്ങളുണ്ട്, 3 ഗ്യാസ് ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ലോ എന്ന് പറയുന്നത് എന്താണ്, ബോയിൽസ് ലോ ആണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് നോക്കാം, നമ്മുടെ ഈ 3 ലോസും കുറച്ച് നമ്മുടെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് എന്താണ്, PVTN. അതായത് എന്താണ്, P ഫോർ പ്രഷർ, V ഫോർ വോളിയം, T ഫോർ ടെമ്പറേച്ചർ ആൻഡ് N ഫോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ. അപ്പോൾ P എന്ന് പറഞ്ഞാൽ പ്രഷർ, മർദ്ദം, V വ്യാപ്തം, T എന്താണ്, താപനില, N എന്ന് പറയുന്നത് കണികകളുടെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ. അപ്പോൾ ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ലോസ് എല്ലാം നമ്മൾ പറയുന്നത്. ഓരോ ലെറ്റേഴ്സും ഓരോന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എന്താണ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ എന്താണ് പറയുന്നത്, ബോയിൽസ് ലോ പറയുന്നത് at a constant temperature the volume of fixed mass of a gas is inversely proportional to the pressure എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്, മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് പറയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മാത്തമാറ്റിക്കലി, V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് 1 ഇട്ട് എഴുതുകയാണെങ്കിൽ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. അതായത് എന്താണ്, 1 കൂടുമ്പോൾ 1 കുറയും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഇല്ലേ, പാചകവാതകം, അതിനകത്തുള്ളത് ബ്യൂട്ടൈൻ ആണ്. അപ്പം ഹൈ പ്രഷറിൽ ബ്യൂട്ടൈനെ, അതായത് വാതക രൂപത്തിലുള്ള ഗ്യാസ് ഫോമിലുള്ള ബ്യൂട്ടൈനെ എന്ത് ചെയ്യുന്നു, ലിക്വിഫൈ ചെയ്ത് ലിക്വിഡ് ഫോമിലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ വോളിയം കുറയുകയാണ്. നല്ല വോളിയം ഉള്ള ബ്യൂട്ടൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മൾ ലിക്വിഡ് ഫോമിലോട്ട് ആക്കുന്നു ഹൈ പ്രഷർ കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് വി ഈക്വൽസ് 1/p ഇൻറ്റു സി. സി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് സി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. എന്തിനാണ്? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ v ഈസ് ഇക്വൽ ടു 1/p ഇൻറ്റു സി എന്ന് പറയുന്നു. അപ്പോൾ v ഈസ് ഇക്വൽ ടു c/p എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ എങ്ങനെ എഴുതാം? v1 p1 ഈസ് ഇക്വൽ ടു v2 p2. അപ്പോൾ ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ബോയിൽസ് ലോ ഇക്വേഷൻ എന്താണ്? v1 p1 ഈസ് ഇക്വൽ ടു v2 p2 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? മർദ്ദത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് രണ്ട് ലോസ് ഉണ്ട്. ഏതൊക്കെയാണ്? ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത രണ്ട് ലോസ് ആണ്. ഏതൊക്കെയാണ്? ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. അപ്പോൾ എന്തൊക്കെയാണ് ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചാൾസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a fixed mass of a gas is directly proportional to temperature എന്നാണ് പറയുന്നത്. എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് നേരനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്ത് വെക്കുകയാണ്. വെയിലത്ത് വെക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് ചൂട് കൂടുന്നതിനനുസരിച്ച് ബലൂൺ വീർത്ത് വന്നിട്ട് അത് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ടെമ്പറേച്ചർ കൂടിയപ്പോഴത്തേക്കും വ്യാപ്തം കൂടി, വോളിയം കൂടി അല്ലേ? അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. അത് നമുക്ക് ചാൾസ് ലോയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? v ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t എന്ന് എഴുതാം. വോളിയം ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. t ഇൻറ്റു c എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇക്വേഷൻ v1/t1 ഈസ് ഇക്വൽ ടു v2/t2 എന്ന് വന്നു. എങ്ങനെയാണ്? v1/t1 ഈസ് ഇക്വൽ ടു v2/t2. അപ്പോൾ ബോയിൽസ് ലോ ഇക്വേഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? v1 p1 ഈസ് ഇക്വൽ ടു v2 p2 എന്നാണ്. ചാൾസ് ലോ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? v1/t1 ഈസ് ഇക്വൽ ടു v2/t2 എന്നാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ. ഓക്കെ, മറ്റേത് ചാൾസ് ലോയുടെ എന്തായിരുന്നു? ബോയിൽസ് ലോയുടെ എന്തായിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട് വന്നത്? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നത്. എന്നിട്ട് അവഗാഡ്രോസ് ലോ ഉണ്ട്. എന്താണ് അവഗാഡ്രോസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a fixed mass of a gas is directly proportional to n എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് n? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, കണികകളുടെ എണ്ണമാണ്. അതായത് കോൺസ്റ്റന്റ് പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും സ്ഥിരമായിട്ടിരിക്കുമ്പോൾ എന്താണ്? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിലെ കണികകളുടെ എണ്ണത്തിന് എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മളൊരു ബോക്സ് ആണ്. ആ ബോക്സിനകത്ത് നിറച്ച് കുറച്ച് ചോക്ലേറ്റ്സ് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ചോക്ലേറ്റിനകത്ത് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? വീണ്ടും അതിന്റെ വോളിയം കൂടുകയല്ലേ ചെയ്യുന്നത്? അതിരിക്കുന്ന സ്ഥലം കൂടുകയല്ലേ? ആ ചോക്ലേറ്റ്സ് ഇരിക്കുന്ന സ്ഥലം കൂടുകയാണ്, അതായത് വോളിയം കൂടുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അവഗാഡ്രോസ് ലോ എന്താണ് പറയുന്നത്? v ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്നാണ്. വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുകയാണ്. വ്യാപ്തം കണികകളുടെ എണ്ണത്തിന് എന്താണ്? നേർ അനുപാതത്തിലാണെന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ലോസ് ആണ് പറഞ്ഞത്? ബോയിൽസ് ലോ പറഞ്ഞു, ചാൾസ് ലോ പറഞ്ഞു, അവഗാഡ്രോസ് ലോ പറഞ്ഞു. ബോയിൽസ് ലോ എന്താണ് പറഞ്ഞത്? വ്യാപ്തം എന്ന് പറയുന്നത് എന്തിന് നേരനുപാതത്തിലാണ്? പ്രഷറിന് നേരനുപാതത്തിലാണെന്ന് പറഞ്ഞു അല്ലെ? ചാൾസ് ലോ പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അവഗാഡ്രോസ് ലോ എന്താണ് പറഞ്ഞത്? v ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്ന് പറഞ്ഞു. വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മൂന്ന് ലോസും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ മൂന്ന് ലോസും
പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുക. നമ്മളിപ്പം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 കോളം വരച്ചിട്ടുണ്ട്. 3 ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോയിൽസ് ലോ പറയുന്നത് എന്താണ്? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നല്ലേ. ചാൾസ് ലോ എന്താണ്? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അവഗാഡ്രോസ് ലോ പറയുന്നത് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്നാണ്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ, ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വി പി ടി എൻ എന്ന് പറയുന്ന ഈ 4 എന്താണ്? ഈ 4 അക്ഷരങ്ങളുണ്ടല്ലോ, വി പി ടി എൻ. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ 4 സംഭവങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ ലോസ് ഇക്വേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും, വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി എന്ന് എഴുതി കഴിയുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് ഇല്ലാത്ത ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ വിയും പിയും ഉണ്ട്. ഇതിനകത്ത് ഏതാണ്? ടെമ്പറേച്ചറും എന്നും ആണ്. അപ്പൊ ടിയും എന്നും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇവിടെ ഏതൊക്കെയാണ്? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ഇല്ലാത്തത്? പ്രഷറും പിന്നെ ഏതാണ്? എന്നും ആണ്. അപ്പൊ പിയും എന്നും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്? വി ടിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേരനുപാതത്തിലാണ്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഇല്ലാത്ത 2 ലെറ്റേഴ്സ് പിയും ടിയും ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? പ്രഷറും ടെമ്പറേച്ചറും ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.